ഇന്നത്തെ ഗോസ്പൽ വായിക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് പേടി തോന്നുന്നുണ്ട്. അതിന് കാരണം ഗോസ്പൽ യേശു പറയും, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്തില്ലേ? അപ്പോൾ അവൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇത് വായിച്ചപ്പോൾ കൃത്യമായിട്ട് എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. ഒരു ദിവസം എന്തുമാത്രം പ്രാവശ്യമാണ് ഈ കർത്താവിൻ്റെ പേരിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഒന്നുമില്ലെങ്കിൽ എന്തുമാത്രം പ്രാവശ്യമാണ് ഈ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോൾ അവസാനം ഈ ജീവിതം കഴിഞ്ഞ് കർത്താവിന് മുമ്പിലെത്തുമ്പോൾ അവനെന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു ഉത്തരം എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ പേരിലാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് ഞാൻ അവകാശപ്പെടുമ്പോഴും അവസാനം ഞാൻ ആരുടെ പേരിലാണോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നമ്മൾ അറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്തുവിന് നമ്മളെ അറിയാമോ? ഈ ഒരു ചിന്ത ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അങ്ങനെ നമ്മൾ അറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്തുവിന് നമ്മളെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് സുവിശേഷത്തിൽ പിന്നീട് പറയുന്നത്. യേശു പറയും, പാറമേൽ ഭവനം പണിതൊരു മനുഷ്യനുണ്ട്. അവൻ്റെ പ്രത്യേകത, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടാവും, കാറ്റൂതും, ആ ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും, പക്ഷേ അത് വീണു പോകില്ല, കാരണം അത് പാറമേൽ പണിതാണല്ലോ. പക്ഷെ മറ്റൊന്നുണ്ട്, മണൽപ്പുറത്ത് പണിതത്. അത് മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാവും, കാറ്റൂതും, പക്ഷെ തകർന്നു പോകും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മഴ പെയ്തില്ലെങ്കിൽ, കാറ്റൂതിയില്ലെങ്കിൽ, വെള്ളപ്പൊക്കമുണ്ടായില്ലെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എപ്പോഴാണോ മഴ പെയ്യുന്നത്, എപ്പോഴാണോ വെള്ളപ്പൊക്കമുണ്ടാകുന്നത്, എപ്പോഴാണോ കാറ്റൂതുന്നത്, അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തും. പ്രിയമുള്ളവരെയും നമ്മൾ ഓരോരുത്തരും ഓർക്കണം, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്തുവിനെ ഏറ്റുപറയുന്നുണ്ടോ? ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കർത്താവിനെ ഓർക്കുന്നുണ്ടോ? ജീവിതം തകരുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ കർത്താവിനെ മുറുകെ പിടിക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ദൈവത്തിന് അവനെ അറിയാമെന്നുള്ള തെളിവാണ്. അങ്ങനെ ഒരു പാറമേൽ പണിത ഭവനം നമുക്ക് അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങൾക്കൊടുവിലും ചേർത്ത് പിടിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ അത് പാറമേൽ പണിത ഭവനമാണ്. ആ മനുഷ്യ ജീവിതത്തെ ഒരു നാൾ ദൈവം പറയും, ഇവനെൻ്റെ പ്രിയപുത്രനാണ്. നമ്മളറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്തുവിന് നമ്മളറിയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അതിനേക്കാളും വലിയ വേദന ഈ ഭൂമി മറ്റൊന്നും പിന്നീടുണ്ടാകില്ല. കുറച്ചും കൂടി വിശ്വാസമുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.